ഈ കിടക്കുന്നത് നമ്മുടെ ഹോണ്ട അമേസിൻ്റെ VX എന്ന സെക്കൻഡ് വേരിയൻ്റാണ്. അത് ഈ ഒരു മോഡലിൽ അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു മിഡ് വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സെക്കൻഡ് വേരിയൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ പ്രൈസ് വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഒരു മോഡലിൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രൈസിനകത്ത് നല്ല രീതിയിൽ വ്യത്യാസം വരാനായിട്ട് പോവുകയാണ്. നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പുതിയ ഓൺ റോഡ് പ്രൈസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് നിലവിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് ഈ ഒരു മോഡലിന് എത്രത്തോളം പ്രൈസാണ് വ്യത്യാസം വരാൻ പോകുന്നത് എന്ന് മാത്രമേ നിലവിലിപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുകയുള്ളൂ. ഈ കിടക്കുന്ന VXൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 78,000 രൂപയാണ് കുറയാനായിട്ട് പോകുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നേരത്തെയുള്ള എക്സ്ഷോറൂം പ്രൈസ് 920 ആണ് വന്നുകൊണ്ടിരുന്നത്. നിലവിലിപ്പം നമുക്കത് 841 മാറിയിട്ടുണ്ട്. അതായത് 920 നിന്ന് 841 കുറഞ്ഞു. എക്സ്ഷോറൂം പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 999 എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നത്. അത് 999 നിന്ന് 914 അത് കുറഞ്ഞിട്ടുണ്ട്. 85,000 രൂപ വ്യത്യാസം നമുക്ക് ആ ഒരു നിലവിൽ അവിടെ ഓട്ടോമാറ്റിക്കിന് നമുക്ക് വരുന്നുണ്ട്. അപ്പം എക്സ്ഷോറൂം പ്രൈസും എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. പഴയ പ്രൈസും പുതിയ പ്രൈസും എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. നിങ്ങളിതിപ്പം ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ അത്യാവശ്യം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമേറിയ ഗ്രില്ല് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. ഹോണ്ടയുടെ ലോഗോ കാണാം. ആ ഒരു ക്രോം എലമെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തു. ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളൊരു എലവേറ്ററിലൊക്കെ കണ്ട ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെ ഈ ഒരു മോഡലിലും കാണാം. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ കാണാം. അതേപോലെ തന്നെയുള്ള ആ ഒരു DRL യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. LED ആണ് ലൈറ്റ്സ് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ വരുന്ന ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. അത്യാവശ്യം വലിപ്പത്തിലും ഒക്കെ തന്നെ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നൽകി. ഫോഗ് ലാമ്പ് വരുന്നത് പഴയ ടൈപ്പ് തന്നെയാണ് ഈ ഒരു മോഡലിൽ ഫോഗ് ലാമ്പ് കമ്പനി നൽകിയിട്ടുള്ളത്. അതിന് ചുറ്റും നല്ലൊരു ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. ആ ഒരു ഗ്രില്ലിൻ്റെ കളർ തീം നോക്കിയാൽ നമുക്ക് ഗ്ലോസി ഫിനിഷ് ഒന്നുമല്ല നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. എയർ ഡാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിലുള്ള ആ ഒരു എയർ ഡാം നൽകിയിട്ടുള്ളത്. പക്ഷേ കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. ഒരു സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് വേറെ ക്ലാഡിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ കാണാനായിട്ട് പറ്റത്തില്ല. ലെയിൻ വെച്ച് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു മാസം വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് 360 ഡിഗ്രി ക്യാമറ കൂടി നിലവിൽ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിന് മാത്രമാണ് ആ ഒരു എന്താ പറയുക സ്കീം അവർ ഇട്ടിട്ടുള്ളത്. മോശമില്ലാത്ത ഓഫർ വരുന്നുണ്ട്. പ്രൈസ് വ്യത്യാസം വന്നു. കൂടാതെ 360 ഡിഗ്രി ക്യാമറ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരും. സിംഗിൾ ടോണിനുള്ള ഒരു അലോയ് വീൽ നൽകിയിട്ടുള്ളത് കാണാം. ഹോണ്ടയുടെ പറഞ്ഞത് തെറ്റിപ്പോയി. ഹോണ്ടയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടയർ സൈസ് വരുന്നത് 15 ഇഞ്ചാണ് വരുന്നത്. 185/60R15 ആണ് ഈ ഒരു വാഹനത്തിന് ടയർ പ്രൊഫൈലിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഇന്നലെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പം മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തേക്കുന്നു. ക്യാമറയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. 360 ഡിഗ്രി ക്യാമറ കൂടി ഇതിൽ അവർ ഓഫറോട് കൂടി നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ബീപ്പിലൊക്കെ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നമുക്ക് ആ ഒരു ബീപ്പിലൊക്കെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം വലിപ്പം വരെ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ കാണാം. കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നും സൈഡ് പോർഷനിലായിട്ട് വരുന്നില്ല. റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സൺ റൂഫും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഷാർഫിന് ആൻഡ് നൽകിയിട്ടുണ്ട്. ഡിഫോഗ് ലൈൻസ് കാണാം. ഹൈ മോഡ് സ്റ്റോപ്പിലും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. IV ടെക്കിൻ്റെ ഒരു ബ്രാൻഡിങ് അവർ നൽകിയിട്ടുണ്ട്. അമേസ് എന്നൊരു ബ്രാൻഡിങ്ങും ഹോണ്ടയുടെ ലോഗോയും വരുന്നുണ്ട്. ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ LED തന്നെയാണ് ലൈറ്റ് യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നത്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. ബമ്പറിലേക്ക് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ വരുന്നു. താഴ്ഭാഗത്താണ് റിഫ്ലക്ടറൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു പോർഷനിലായിട്ട് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഏകദേശം 416 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ലൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടോപ്പിലായിട്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുന്നതെന്ന് കാണാം. ജസ്റ്റ് നമുക്ക് റിവേഴ്സ് ക്യാമറ കൂടി റിവേഴ്സ് ക്യാമറ സ്പെയർ ടയർ ഉണ്ടോയെന്ന് കൂടി നോക്കിയേക്കാം. സ്പെയർ ടയർ വരുന്നുണ്ട്. അത് അലോയോ കാര്യങ്ങളൊന്നുമല്ല സ്പെയർ ടയർ അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്കൊരു ബൂട്ടിൽ പറയാനായിട്ട് വരുന്നില്ല. അവിടെ നിന്ന് നേരെ നമുക്ക് അകത്തേക്ക് വരാം. അപ്പോൾ കീലെസ് എൻട്രി ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് അകത്തേക്ക് വരാം. അപ്പോൾ DRL കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. നാട്ടെ ഈ ഒരു രീതിയിൽ DRL യൂണിറ്റ് കൂടി നൽകുന്നുണ്ട്. LED ആണ് ലൈറ്റ് യൂണിറ്റിന് വരുന്നത്. അത്യാവശ്യം നല്ല വൈറ്റ് പ്രകാശം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഡോർ പാഡിലേക്ക് ഒരു സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ് അല്ല നൽകിയിട്ടുള്ളത്, കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ തീമൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ടൂട്ടറും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലോട്ട് വരുന്നത് കാണാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലെയിൻ വാച്ച് ക്യാമറയുടെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. പാരഷിഫ്റ്റേഴ്സ് ഒക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകി. ജസ്റ്റ് അകത്തേക്ക് ഇരിക്കാം. ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് ഓൺ ആക്കിക്കോട്ടെ. ഓക്കെ, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു മോഡലിൽ കമ്പനി നൽകിയേക്കുന്നത്. എഫ് ഒക്കെ ഓണായി കിടക്കുവാണ്, അതൊക്കെ ഒന്ന് കുറച്ചോട്ടെ. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഹോണ്ടയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. മുകളിലായിട്ടൊക്കെ ഒരു ഡാർക്ക് കളർ വരുന്നുണ്ട്, താഴ്ഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ട് കളർ തീം. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്. മാക്സിമം കൂൾ അങ്ങനൊരു ഓപ്ഷൻ കൂടി അവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഓൺ ഓഫ് സ്വിച്ചും ഒക്കെ ആ ഒരു പോർഷനിലായിട്ട് കാണാം. വയർലെസ് ചാർജിങ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ 2 ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഫോൺ ഇപ്പോൾ നമ്മൾ സപ്പോസ് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജിങ് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. നിലവിൽ ഫോണായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കത് ഓഫ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് റിവേഴ്സ് നിൽക്കി നോക്കട്ടെ. ഈ ഒരു രീതിയിലാണ് ആ ഒരു റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു വ്യൂ നമുക്ക് വരുന്നത്. ജസ്റ്റ് പാർക്കിലേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം ലെയിൻ വാച്ച് ക്യാമറ കൂടി ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. കാരണം ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ലെയിൻ വാച്ച് ക്യാമറ ഓണാക്കുന്ന സമയത്ത് വ്യൂ നമുക്ക് വരുന്നത്. ആ ഒരു മിററിൻ്റെ താഴെ ഒരു ക്യാമറ കാണിച്ചിടുന്നു. അതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ്രോയിഡ് ആപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ആ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് കാണാം. ജസ്റ്റ് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, അതവിടെ കഴിയും. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അവിടെ കാണാം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് CVT ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആ ട്രാൻസ്മിഷൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊള്ളാം. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് അങ്ങനെ ഡ്രൈവ് മോഡ്സുകൾ കാണാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കാരണം അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു കീ തന്നെയാണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകി. ഇതാണ് സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു. മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ടല്ലോ. മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 ലൈറ്റ് നൽകിയിട്ടുണ്ട്. മിറർ വരുന്നു. അവിടെ വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് മിറർ നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ കണ്ടോ. ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി മിററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. വേറെ ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ആയിട്ടൊന്നും കമ്പനി നൽകിയിട്ടില്ല. ഡ്രൈവർ സൈഡിൽ നമുക്ക് ആ ഒരു ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. സീൽ പെറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടില്ല. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും വരുന്നില്ല. അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു വാഹനമാണിത്. ലെയിൻ വാച്ച് ക്യാമറയും പാരൽ ഷിഫ്റ്റേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ റിയർ സൈഡിലേക്കൊന്ന് കയറാം. ഇതാണ് നമുക്ക് റിയർ സൈഡിലൊരു വ്യൂ നമുക്ക് വരുന്നത്. റിയർ AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. താഴ്ഭാഗത്ത് ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നു. ആംറസ്റ്റ് 3 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോർഷനിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടറാണ് ഇതിൻ്റെ എൻജിൻ നമുക്ക് വരുന്നത്. ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ പറയുന്നത്. 89 BHPയും 110 ടോർക്കും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗറും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളതുണ്ട്. ആ ഒരു പോർഷനിലായിട്ട് ആ ഒരു ഹൈവി ടെക്കിൻ്റെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്യുന്നു. ഫ്യൂസ് ബോക്സ് ഒക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആൾട്ടർനേറ്റീവ് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് പ്ലേസ് ചെയ്തത്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കംപ്രസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വൈപ്പറിൻ്റെ വാട്ടർ ഫീൽഡാണ് ഈ ഒരു പോർഷനിലായിട്ടാണ്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു AC പൈപ്സ് ഒക്കെ പോയിട്ടുള്ളതായിട്ട് കാണാം. ടോപ്പിലായിട്ട് വേറെ ഇൻസുലേഷൻ ഒന്നും അവർ നൽകിയിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അടിഭാഗത്തായിട്ടും കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ പറയാനായിട്ട്. 10 ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.